ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷത്തൻ വസാഅ സബീല. സൂറത്തു അൽ-ഇസ്രാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം. ഇന്ന് ഈ ചെറിയൊരു വചനത്തിൻ്റെ ചെറിയൊരു വിശദീകരണം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കാരണമുണ്ട്. നമ്മളിപ്പോൾ ഇബ്രാഹിമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഓരോന്ന് ചർച്ച ചെയ്യും നമ്മൾ. 2 ദിവസം മുമ്പ് FBയിൽ എൻ്റെ ഒരു സഹോദരൻ വന്നിട്ട് ഈ ആയത്ത്, ഈ വചനം ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം നിരന്തരമായി വർഷങ്ങളായി നമ്മുടെ ക്ലാസ്സുകൾ പിന്തുടരുന്ന വ്യക്തിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കുകയും ചെയ്തു. എന്നാൽ ഇന്നിപ്പോൾ ഇങ്ങനെ മൈക്കെടുത്തപ്പോൾ ഇന്നിപ്പോൾ എന്ത് പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്ന് ഈ വിഷയം പറയാം എന്ന് വിചാരിച്ചു. ഇബ്രാഹിമിനെ തല്ലഹൂലിൽ ജബീൻ എന്ന് പറഞ്ഞ മകൻ ഇസ്മായിലിനെ ചരിച്ചു കിടത്തിയ കഥ പറയാനെന്നും വിചാരിച്ചിട്ടാണ് ആദ്യം മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ മൈക്ക് ഓണാക്കി എന്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് ഈ വിഷയം പറയാം എന്ന് വിചാരിച്ചു. അതിൽ ആമുഖമായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് ഇത് വചനം വിശദീകരിക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ വലാ തഖ്റബുസ്സിന എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ബാഹ്യമായ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത്. അതായത് സ്ത്രീ പുരുഷ വിവാഹേതര ബന്ധങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബന്ധം നിങ്ങൾ നടത്തരുത്. കാരണം അത് തെറ്റായ വഴിയാണ്, തെറ്റായ പ്രവൃത്തിയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ബാഹ്യമായ അർത്ഥം അവിടെ നിന്നോട്ടെ, അതിനെ നമ്മൾ നിഷേധിക്കുന്നൊന്നുമില്ല. അതിൻ്റെ ആന്തരികമായ, അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്, അറബി അല്ലെങ്കിലും മലയാളത്തിലുള്ള പ്രയോഗങ്ങളെങ്കിലും എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം നമ്മൾ പറയും അതൊരു നഗ്ന സത്യമാണ് എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളിലൂടെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണത്. ഉദാഹരണം പറയാം, അങ്ങനെ 100 കണക്കിന് വാക്കുകൾ നമുക്ക് പറയാൻ കഴിയും. അതൊരു നഗ്ന സത്യമാണ് എന്ന് പറഞ്ഞാൽ അത് തുണി അഴിച്ചിട്ട സത്യം എന്നല്ല. ഉന്നതമായ ആകാശങ്ങളിലൂടെയാണ് അയാൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കൂടി പോകുക എന്നല്ല, വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, അല്ലെങ്കിൽ അയാളുടെ ബോധതലത്തിൻ്റെ ഉന്നതമായ ആകാശങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ അത് ആ വിഷയം തന്നെ വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, എൻ്റെ സഹോദരങ്ങൾ, അറബി വേണ്ട, അറബിയിൽ സമാ എന്ന് വേണ്ട, അറബിയിൽ അർള് എന്ന് വേണ്ട. അത് വിജ്ഞാനത്തിൻ്റെ ഭൂമിക എന്ന് പറയുമ്പോൾ, അറിവിൻ്റെ ഭൂമിക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ നടന്നു നീങ്ങുന്ന ഭൂമിയാണെന്ന് മനസ്സിലാക്കരുത്. അങ്ങനെ ഭാഷയിലെ നിരവധി പ്രയോഗങ്ങൾ എൻ്റെ സഹോദരങ്ങളൊന്ന് വായിക്കണം, നിരവധി പുസ്തകങ്ങൾ വായിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോഴേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നതുപോലെ തന്നെ അയാളെ ക്രൂശിക്കരുത് എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി കുരിശിത്തറക്കരുത് എന്നല്ല, ആണി അടിച്ച് കുരിശിത്തറക്കരുത് എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ ഭാഷയിൽ ഉണ്ട് എന്ന് ആമുഖമായിട്ടൊരു സൂചന നൽകിക്കൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ വലാ തഖ്റബുസ്സിന എന്ന് പറയുമ്പോൾ സെന് എന്ന് പറയുമ്പോൾ അലങ്കാരമാണത്, വ്യഭിചാരമല്ല. ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തന്നെ ആ വിജ്ഞാനത്തെ നഗ്നമായ വ്യഭിചരിക്കലാണത് എന്ന് പറയുമ്പോൾ
അത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള അർത്ഥത്തിനല്ല. ആ അറിവിനെ അല്ലെങ്കിൽ ആ വിഷയത്തെ നഗ്നമായി വ്യഭിചരിക്കലാണത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പറയുന്ന സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചല്ല അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആമുഖമായി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഖുർആൻ അതിൻ്റെ വൈജ്ഞാനികമായ അതിൻ്റെ ആന്തരികമായ തലമാണ് മുഴുവൻ വചനങ്ങളിലൂടെയും പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു കമൻറ്റ് കണ്ടു നമ്മുടെ ഒരു സഹോദരൻ്റെ. അതിൽ അദ്ദേഹം പറയുന്നത്, ഇത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്, യുദ്ധം ചെയ്തത് എന്നൊക്കെയാണ് ചോദ്യം. നബിയുടെ ഹിജറ എന്ന് പറയണാൽ ഹിജറ നമ്മൾ എന്താ പറയാ? എനിക്ക് അത് കേട്ടപ്പോൾ ആ ചോദ്യം കണ്ടപ്പോൾ ഓർമ്മ വന്നത്, രാമായണം മുഴുവൻ വായിച്ചിട്ട് സീത രാമൻ്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ സഹോദരിയാണെന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. എന്നതുപോലെ നബിയുടെ ഹിജറ, പ്രവാചകന്മാരുടെ ഹിജറ, ഇന്നി മുഹാജിറുൻ ഇലല്ലാഹി വമൻ യുഹാജിർ ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജറ പോകുക എന്ന് പറഞ്ഞാൽ നമ്മളതൊക്കെ എത്രയോ 100 തവണ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള യാത്രയല്ല, മനുഷ്യൻ്റെ പൈശാചികതയിൽ നിന്ന് ദൈവികതയിലേക്കുള്ള അവൻ്റെ യാത്രയാണത്. അവൻ്റെ ഈഗോയിൽ നിന്ന്, ഞാൻ എന്ന ആ ഈഗോ വിട്ട് അവൻ ദൈവികതയിലേക്കുള്ള യാത്രയാണത്. അങ്ങനെ അതിൻ്റെ വിശദമായ വിശദീകരണങ്ങളൊക്കെ നമ്മൾ നൽകിയിട്ടും പിന്നെയും ചോദിക്കുന്നത് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് എന്തിനാണെന്നാണ്. ഇപ്പോഴും അവിടെ നിൽക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അങ്ങനത്തെ കഥകൾ വിശദീകരിക്കുന്ന, ഇന്നലെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അത്തരം കഥകൾ വിശദീകരിക്കുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ലോകത്ത്, ഇന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ലോകത്ത് കിട്ടും. അവ വായിക്കുക, അത്തരം പ്രസംഗങ്ങൾ കേൾക്കുക, അത്തരം വഴലുകൾ കേൾക്കുക. അതിന് പറ്റിയ നല്ല വഴലുകളൊക്കെ നാട്ടിൽ രസകരമായ വഴലുകളൊക്കെ ഉണ്ട്, അത് കേൾക്കുകയാണ് നല്ലത്. ഇത് ഖുർആനിൻ്റെ ദാർശനികമായ വൈജ്ഞാനികമായ തലങ്ങളെ വിശദീകരിക്കുന്ന ക്ലാസ്സാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അതാണ് എൻ്റെ ആ സഹോദരങ്ങളോട്, ബഹുമാന്യരായ ആ സഹോദരങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി നമ്മൾ വിഷയം വിശദീകരിക്കുക, ആ വചനം വിശദീകരിക്കാം. സിന എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മോടിയാണത്, അലങ്കാരമാണത്. ഖാറൂനിൻ്റെ പണിയാണത്. ഖാറൂന് ചെയ്തത് ഫഖറജ അലാ ഖൗമിഹി എന്ന് പറയുന്നത് തൻ്റെ സീനത്തുമായിട്ടാണ് തൻ്റെ കൗമിലേക്ക് തന്നെ, തൻ്റെ ഉള്ളിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പുറപ്പെടലാണത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വിജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാതെ, അറിവിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ പുതിയ എല്ലാ മേഖലകളെയും സൂക്ഷ്മമായി പഠിക്കാതെ, അതിൻ്റെ ബാഹ്യമായ മോടിയിലൂടെ മാത്രം സഞ്ചരിക്കുന്നതിനെയാണ് സിന എന്ന് പറയുന്നത്. അതായത് സിന നഫ്സാണ് എന്നർത്ഥം. നഫ്സ് ആത്മീയമായി പൂർണ്ണമായിട്ടും സംസ്കരിക്കപ്പെടാതെ അതിൻ്റെ ബാഹ്യമായ മോടിയാണത്. സിന നഫ്സാണത്. സിന ശരീരത്തിൻ്റെതല്ലാതെ അർത്ഥം. ഈ നഫ്സിൻ്റെ സിനയാണ് വലാ തഖറബു സിന എന്ന് പറയുന്നത്. നമ്മുടെ ബോധതലത്തിൻ്റെ സിനയാണത് എന്നർത്ഥം. നഫ്സിൻ്റെ സിനയാണത് എന്നർത്ഥം. അതിനെ അതായത് ബാഹ്യമായ മോടി, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത രീതി, ആത്മീയമായിട്ട്, അതാണ് നമ്മുടെ എല്ലാതും. അതാണ് ആത്മീയമതയുടെ എല്ലാം ബാഹ്യമായ ചില മോടികൾ മാത്രമാണ്, വേഷം കെട്ടലുകൾ മാത്രമാണ് പലതും. അതൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ വാക്കിൽ നിന്ന് തന്നെ എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാഹ്യമായ മോടിയിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ആ വേഷം കെട്ടൽ മാത്രമാണത്. അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന്, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തയ്യാറല്ലാത്ത അവസ്ഥ.
ഞാൻ മുമ്പൊരു ഉദാഹരണം പറഞ്ഞിരുന്നു ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതായത് ലൂത്തിൻ്റെ സമൂഹം നിസായിനെ വിട്ട് റിജാലുകളുടെ അടുത്തേക്ക് പോയതാണ് ഫാഹിഷത്തായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ മുതാഹിർ നമ്മുടെ 1-ാം ക്ലാസ് മുതൽ പഠിച്ച് 10 കഴിഞ്ഞ് 12 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് അല്ലെങ്കിൽ 12 കഴിഞ്ഞ് പിന്നെ എൻട്രൻസും കഴിഞ്ഞ് മെഡിക്കലിന് പോയി 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം പിന്നെ PGക്കും പോയിട്ട് അയാൾ പിന്നെ കത്തിയെടുത്ത് ആ രോഗികളെ ഓപ്പറേഷൻ ചെയ്യാനും ചികിത്സിക്കാനും ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനു വേണ്ട വേഷമിട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇതൊന്നും പോകാതെ അതിൻ്റെ നിസാഹുകളിലൂടെ കടന്നു വന്നിട്ട് റജലാകാതെ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുന്ന തോന്നണത്, അവിടുന്ന് വൈജ്ഞാനികമായി ഉയർന്നു വന്നിട്ട് വേണം അവന് തജല്ലിയായിട്ട് വേണം, അല്ലാതെ നേരെ തജല്ലിയാകല്ല, നേരെ അങ്ങോട്ട് പിന്നെ വെളിപ്പെട്ട് വരികയല്ല, റൂയത്ത് തജല്ലിയാകും. നേരെ ഒരാൾ റജലായി മാറുകയല്ല ചെയ്യേണ്ടത് എന്നർത്ഥം. അത് നിസാഹുകളിലൂടെ കടന്നു വരണം. പക്ഷേ ആ ജനത അങ്ങനെയല്ല ചെയ്തിരുന്നത് എന്നാണ്. അതിനെ എന്താ ചെയ്തത്? അത് ഒരു ഹോമോ അല്ലെങ്കിൽ പുരുഷനും തമ്മിൽ മാത്രമുള്ള ഒരു സെക്സായിട്ട് അതിനെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. അവിടുത്തെ ആളുകൾ മനുഷ്യവേഷത്തിൽ വന്നു. ആ മലക്കുകളെ അവർ ആ ആവശ്യത്തിന് വേണ്ടി അവർ ധൃതി കൂട്ടി അതിനു വേണ്ടി ചെന്നു എന്നൊക്കെ പറഞ്ഞ് അലൈസ മിങ്കും റജുലുൻ റഷീദ് എന്നൊക്കെ ലൂത്ത് ചോദിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരണം. നിങ്ങളിൽ തൻ്റെ ഇടമുള്ള ഒരു റജുല് പോലും ഇല്ലേ എന്നൊക്കെ, അതൊക്കെ ആ വിശദീകരണങ്ങളിലേക്കൊക്കെ പിന്നീട് വഴിയെ നമ്മൾ വരാം. ഇപ്പോൾ ഫാഹിഷത്ത് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതൊരു സൂചന നൽകുകയാണ് ചെയ്തത് ഞാൻ. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ വൈജ്ഞാനികമായി ഉയർന്നു വന്നിട്ട് വേണം അതിൻ്റെ ഉയരങ്ങളിലേക്ക് നമ്മുടെ റുയത്ത് തജല്ലിയാകാൻ വെളിപ്പെട്ട് വരേണ്ടത്. അങ്ങനെയാണ്. അല്ലാതെ ആദ്യം തന്നെ അതിൻ്റെ മേഖലയിലേക്ക്, ഏത് മേഖലയിലായാലും ശരി അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ മേഖല പരാജയപ്പെടും. ഞാനൊരു വൈദ്യശാസ്ത്രത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഒരു അധ്യാപക വേഷം ധരിക്കണമെങ്കിൽ അതിന് ഡിഗ്രിയും കഴിഞ്ഞ് അവന് MAയും കഴിഞ്ഞ് MEഡും കഴിഞ്ഞ് അല്ലെങ്കിൽ BEഡും കഴിഞ്ഞ് നെറ്റും സെറ്റും ഒക്കെ പാസ്സായിട്ട് വേണം പിന്നീട് അതിലേക്ക് വരാൻ. ഇത് എവിടെയും പോകാതെ ബാഹ്യമായ രീതിയിൽ അതാണല്ലോ വ്യാജ എന്നൊക്കെ പറയുന്ന ആ വ്യാജ ഉണ്ടല്ലോ, ആ വ്യാജനാണ് ഇതൊക്കെ. ഇതൊന്നും പഠിക്കാതെയാണ് ഈ വേഷം കെട്ടി വന്നിട്ടുള്ളത്. അതൊരു സാമ്പത്തിക രംഗത്താണെങ്കിൽ അങ്ങനെ ഏത് മേഖലയിൽ എടുത്തിട്ടാലും അതിനെക്കുറിച്ച് സൂക്ഷ്മമായ അതിൻ്റെ 1 മുതൽ പഠനം ഉയർന്നു വരാതെ അതിൻ്റെ വ്യാജമായി അതിൻ്റെ വേഷം കെട്ടി വരലാണ് അതിൻ്റെ ഫാഹിഷത്ത്. അത് ശരിയായ സബീലുള്ളയല്ല, അത് സബീലാണ് എന്നാണ് പറയുന്നത്. അത് ശരിയായ വഴിയല്ല, അത് വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ. അപ്പോൾ കാറൂൻ്റെ പണിയാണ് സിന എന്ന് പറയുന്നത്. അതാണ് സീനത്താണത്. അപ്പോൾ ബാഹ്യമായ മോടിയുമായി വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്നത്, അതിനോട് സമീപിക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ അതിനെ സമീപിക്കുന്നത് ശരിയല്ല. അത് ഫാഹിഷത്താണെന്നാണ്, അത് വ്യാജമായ വേഷം കെട്ടി വരലാണ്, അത് തെറ്റായ വഴിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി അതിൻ്റെ വിശദമായ വിശദീകരണങ്ങളിലൊക്കെ നമുക്ക് ഓരോ വചനങ്ങളും ഈ വാക്കുകൾ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാം. അപ്പോൾ അസാനിയത്ത് വസാനി ഫജിലിദു കുല്ല വാഹിദും മിൻഹുമ മിഅത്ത ജൽദത്തൻ എന്ന് പറയുന്നത് എന്താണ്? അവരെ 100 അടി അടിക്കണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 4 സാക്ഷികൾ നിൽക്കണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആ വചനങ്ങൾ ഓരോന്നും വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മിഅത്ത ജുലൂദ്, ജൽദത്ത്. അപ്പോൾ ജൽദത്ത് എന്ന് പറഞ്ഞാൽ അടിയാണോ, ജുലൂദ് എന്ന് പറഞ്ഞാൽ കുല്ലമാൻ അലിജത്ത് ജുലൂദുഹും എന്ന് പറഞ്ഞ ഈ ജലത എന്ന
ജുലൂദ് എന്നതിൽ നിന്ന് ജൽദത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഈ അടിക്കുക എന്ന അർത്ഥം കിട്ടിയത് എന്നുള്ളതൊക്കെ. അപ്പോൾ തോല് കൊണ്ടുള്ള വടി കൊണ്ട് അടിക്കണം, തോല് കൊണ്ട് നിർമ്മിച്ച ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ ജൽദത്ത് വന്നതെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനൊക്കെ നല്ലതാണ്. അത് എന്താണ് ആ വാക്കുകൊണ്ട് ശരിയായ അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അതാത് സന്ദർഭങ്ങളിൽ പരിശോധിക്കാം. ഇപ്പോൾ ചെറിയൊരു വിശദീകരണം മാത്രമാണ് ഇതിനെക്കുറിച്ച് ഞാൻ നൽകിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കൂടുതൽ വരുമ്പോൾ കൂടുതൽ വ്യക്തമാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സലാം.